ഓ, ഇതെന്തത് കാലത്ത് തന്നെ നേരം വെളുക്കാണല്ലോ. ഓ, ഇന്നാണെങ്കിൽ എനിക്ക് കോളേജിൽ പോണം. ഇവിടെ ഇപ്പോൾ സമയമായിട്ടാ 8:30. കോളേജിൽ പോകാൻ ടൈമായി. ഇന്നിനി കോളേജിൽ പോണ. ഞാനിപ്പോൾ അത് ആലോചിക്കണേ. ഇന്ന് വീട്ടിലിരുന്നാലോ? നമുക്ക് നാളെ കോളേജിൽ പോവാം. അതായിരിക്കും നല്ലത്. മോനെ, നീ ഇന്ന് കോളേജിൽ പോണില്ലേ? ഇവിടെ ഇപ്പൊ സമയം 9 മണി ആവറില്ലോ. നീ ഇതുവരെയ്ക്കും റെഡിയില്ലേ? വേഗം കോളേജിൽ പോ നോക്കിയേ. അമ്മേ, അതെ, എനിക്കിന്ന് കോളേജിൽ പോവണ്ട. എന്താണാവോ, ഇന്ന് പോവാനായിട്ട് ഒരു താല്പര്യമില്ല. നാളെ പോയാ പോരെ? നിനക്കെന്താ പ്രശ്നം? നീ എന്താ കോളേജിൽ പോവാത്തെ? അതെ, മര്യാദയ്ക്ക് കോളേജിൽ പൊക്കോട്ടാ. ഇല്ലെങ്കിൽ നിന്റെ കൈയും കാലും ഞാൻ തല്ലുപിടിക്കും. ഉള്ള കാര്യം ഞാൻ പറയാം. ആണോ? എന്നാ ശരി, ഞാൻ ദേ കോളേജിൽ പോവാം. Meanwhile, ഓക്കെ, ഇവിടെ ഞാൻ ഡ്രസ്സൊക്കെ മാറിക്കണം കേട്ടാ. ഞാൻ പിന്നെ ബാഗൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് നേരെ കോളേജിൽ പോവാം. നമുക്ക് പിന്നെ സൈക്കിളിൽ പോവാം ട്ടാ. കാരണം എൻ്റെ കയ്യിൽ സൈക്കിൾ മാത്രമല്ലോ, വേറെ വണ്ടിയൊന്നും ഇല്ല. ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് പെട്ടെന്ന് കോളേജിൽ പോകാൻ പറ്റിയേനെ. എന്തെങ്കിലും ആവട്ടെ, എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കിട്ടുമല്ലോ, അന്നേരം നമുക്ക് ബൈക്കൊക്കെ മേടിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷൊന്നും ഇല്ല. എനിക്കിവിടെ ബുക്ക് മേടിക്കാൻ തന്നെ ക്യാഷ് ഇല്ല. എൻ്റെ കയ്യിൽ ബാഗ് മാത്രമല്ലോ, ബുക്കൊന്നും ഇല്ല. എന്തെങ്കിലും ആവട്ടെ, ബുക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജ്. ഈ സൈക്കിൾ നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. അവിടെ പിന്നെ കണ്ടില്ലേ, അവിടെ ഇഷ്ടം പോലെ ബൈക്ക് ഉണ്ട് കേട്ടാ. ഇത് പിന്നെ സാധാരണ ബൈക്കല്ല, ഇതൊക്കെ സൂപ്പർ ബൈക്കാ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാഡിയൊക്കെ പിന്നെ റിച്ച് ആണ്, അതുകൊണ്ട് അവർക്ക് സൂപ്പർ ബൈക്കൊക്കെ മേടിക്കാൻ പറ്റും. എൻ്റെ ഡാഡി പക്ഷേ റിച്ച് അല്ല, അതുകൊണ്ട് സൈക്കിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഇപ്പോൾ വേറെ നിവൃത്തിയില്ല. എടാ ഫ്രാങ്ക്ലിന്, നീ വന്നാ? എന്നിട്ടവിടെ ചെയ്യണേ? എൻ്റെ ബൈക്ക് അടിച്ചു മാറ്റാൻ നോക്കാണോ? അതെ, വേണ്ടത്ത പണിക്ക് നിൽക്കണ്ടട്ടാ, മോന്ത അടിച്ചു പൊട്ടിക്കും ഞാൻ. എടാ ഫ്രാങ്ക്ലിനെ, ഇതെന്തത്? നീ ഇപ്പോഴും ആ പേട്ട സൈക്കിളാ ഓടിക്കണേ? ആ സൈക്കിളൊന്ന് മാറ്റിക്കൂടെ? ഒരു പുതിയ ബൈക്കൊക്കെ മേടിക്ക്. അയ്യോ, ബൈക്ക് ഓടിക്കാൻ നിന്റെ കയ്യില് ക്യാഷ് ഇല്ലല്ലേ? എന്താപ്പ ചെയ്യാ? ഇവനെ കൊണ്ടൊന്നും പറ്റില്ല. ഇവൻ ജീവിതകാലം മൊത്തം ആ പേട്ട സൈക്കിൾ ഓടിച്ചോണ്ട് നടക്കും. ഇവന്റെ അപ്പനും ആ സൈക്കിൾ തന്നെ ഓടിക്കുക. ഇവനൊന്നും ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, 10 പൈസ ഇല്ല ഇവന്റെ കയ്യില്. ഗൈസ്, ഇവരെന്നെ കുറെ നേരമായിട്ട് കളിയാക്കാൻ കേട്ടാ. ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ക്ലാസ്സിലേക്ക് ഓടിപ്പോവാം, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇവരെന്നെ ഊക്കിവിടെ. 2 hours later. ഓക്കെ, ഇവിടെ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞേക്കാണ് കേട്ടാ. സത്യം പറയാലോ, അതൊരു ബോറിങ് ക്ലാസ് ആയിരുന്നു. അതും കണക്കിൻ്റെ ക്ലാസ്സാ. എങ്ങനെയൊക്കെയോ 2 മണിക്കൂർ പിടിച്ചെന്നു. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോവാം. നമുക്കും ഒരു ബൈക്ക് ഓടിക്കണം. എത്ര കാലം ഈ സൈക്കിൾ ഓടിക്കുക? ഒരു മിനിറ്റ്, എന്നെ ആരും വിളിക്കണല്ലോ. ആ, ഇതാ സോമനല്ലേ? സോമനാണെങ്കിൽ ഇന്ന് കോളേജിലേക്ക് വന്നിട്ടില്ലേ? എടാ സോമ, എന്താ വിളിച്ചേ? നീ എന്താ കോളേജിൽ വരാത്ത? എടാ ഫ്രാങ്ക്ലിന്, അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ ഒരു കാറുണ്ട്, ഒരു സൂപ്പർ കാറാ. അത് പോലീസുകാർ കൊണ്ടുപോയി. പോലീസുകാർ കൊണ്ടുപോയേ? എന്തിന്? അവർ പറയണതേ, ഞാൻ എൻ്റെ വണ്ടിയില്ലേ അത് മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്തതിൻ്റെ പേരില്ല അവരെൻ്റെ വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയേ. ഞാൻ പിന്നെ വലിയ കാര്യമായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അലോയ്സ് മാത്രം മാറ്റുള്ളൂ. എന്നിട്ട് പോലീസുകാർ കൊണ്ടുപോയേ. അത് ശരി, അതാണോ ഉണ്ടായേ? ആ, നീ ഇപ്പോൾ ടെൻഷൻ അടിക്കണ്ട. നിന്റെ വണ്ടിയെ ഞാനിപ്പോൾ കൊണ്ടുവരാം, സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരാം. നീ അവിടെ വീട്ടിൽ തന്നെ ഇരിക്കേ. ഓക്കെ, ഇവിടെ ഇപ്പോൾ സോമൻ നമ്മളെ വിളിച്ചേക്കാണ് കേട്ടാ. സോമൻ്റെ കയ്യിലേ ഒരു കാറുണ്ട്, ഒരു സൂപ്പർ കാറാ. അവനെ വണ്ടി ജസ്റ്റ് മോഡിഫൈ ചെയ്തല്ലോ, അലോയ്സ് മാറ്റി. ആ പേരും പറഞ്ഞിട്ട് പോലീസുകാർ അവൻ്റെ വണ്ടി കൊണ്ടുപോയി, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇപ്പം എൻ്റെ വണ്ടി സ്റ്റേഷനിലായിരിക്കണേ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവൻ്റെ വണ്ടിയിലേ അത് സ്റ്റേഷനിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരാം. ആ, പോലീസ് സ്റ്റേഷൻ പിന്നെ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നേക്കാ. അവിടെ പിന്നെ ഒരു കാർ ഇരിക്കുന്നുണ്ട്, അതൊരു മഞ്ഞ കളർ സൂപ്പർ കാറാ. അതായിരിക്കും സോമൻ്റെ കാറ്. എന്നാലും പോലീസുകാർ എന്തിനാ ആ കാർ കൊണ്ടുപോയേ?
അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല ഏട്ടാ. എന്നിട്ടായാലും നമുക്ക് ആ കാർ അവിടെ നിന്ന് എടുത്തോണ്ട് പോവാം. നമുക്ക് പിന്നെ ബാക്കിൽ കൂടെ കയറാം, മതിൽ ചടി കയറാം. അതായിരിക്കും നല്ലത്. എൻ്റെ അമ്മച്ചേ, നൈസായിട്ട് തലടിച്ച് വീണേ. ആ ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല. ഈ ഭാഗത്ത് എനിക്ക് ആരെയും കാണാല്ല ഏട്ടാ. ഇവിടെ പോലീസുകാരൊന്നും ഇല്ല. പോലീസുകാർ അവിടെ ഫ്രണ്ടിലാണ് നിൽക്കണേ. നമുക്കപ്പോൾ ഈ കാറങ്ങ് എടുത്തോണ്ട് പോവാം. ലെറ്റ്സ് ഗോ. ഇത് പിന്നെ സുപ്രയാണ് കേട്ടാ, സുപ്ര MK5. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ആരടാ വണ്ടി അടിച്ചു മാറ്റിയേ? നിക്കടാ അവിടെ. അയ്യോ, പോലീസുകാർ നമ്മളെ കണ്ടു എന്നാ തോന്നണേട്ടാ. അവരിപ്പോൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ സുപ്ര ഇരിക്കണേ, നമുക്ക് ഇവിടെ നിന്ന് പടച്ചു വിടാം. ഇത് പിന്നെ മോഡിഫൈഡ് സുപ്രയാണ് കേട്ടാ. ഇതിൻ്റെ അലോയ്സ് മാറ്റിയിട്ടുണ്ട്. അലോയ്സ് മാറ്റിയതിൻ്റെ പേരില്ല പോലീസുകാർ ഈ വണ്ടി കൊണ്ടുപോയേ. എന്നാലും അലോയ്സ് മാറ്റിയ കുഴപ്പമാവോ? സാധാരണ ഒരു പ്രശ്നം ഉണ്ടാവാറില്ലേ? അലോയ്സ് മാറ്റേണ്ടത് കുഴപ്പമൊന്നുമില്ല. ഈ പോലീസുകാർ എന്താണാവോ കൊണ്ടുപോയേ? എന്തെങ്കിലും ആവട്ടെ. എന്നിട്ടായാലും ഈ വണ്ടി തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. നമുക്കിനി നേരെ സോമൻ്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ സോമൻ്റെ വീട്ടിൽ വന്നേക്കാ. ഈ കാറ് നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. എടാ സോമ, പുറത്തേക്ക് പോയോ? ഞാൻ ദേ വണ്ടിയും കൊണ്ടുവന്നു. എടാ ഫ്രാങ്ക്ലിന് താങ്ക്സ് ഡാ. നീ ഇവിടെ ഉള്ള കാരനാ എനിക്ക് എൻ്റെ വണ്ടി തിരിച്ചു കിട്ടിയേ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എപ്പോൾ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ബൈക്കില്ലേ, ആ ബൈക്ക് നീ സ്വന്താക്കിക്കോ. ഏത്? ഈ കാണുന്ന ബൈക്കാ? താങ്ക് യു സോമ. ഇത് ഏതാ ബൈക്ക്? ഇത് കവാസിക്കയുടെ ബൈക്കാണ് കേട്ടാ. കവാസിക്ക് നിഞ്ച ZX10 തോന്നുന്നുണ്ട്. എന്നിട്ടായാലും കുഴപ്പമില്ല, നൈസ് ബൈക്കാ. ഇതും ഒരു സൂപ്പർ ബൈക്കാ. എന്നിട്ടായാലും നമുക്കേ നാളെ കോളേജിൽ പോവാം. എൻ്റെ ഫ്രണ്ട്സ് കുറേ ദിവസമായിട്ട് എന്നെ കളിയാക്കണ്ടായിരുന്നു ഞാൻ സൈക്കിൾ ഓടിക്കണേന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമുക്കേ ഈ ബൈക്കും കൊണ്ട് പോവാം. The next day. ഓക്കെ, നമ്മളങ്ങനെ കോളേജിൽ വന്നേക്കാണ് കേട്ടാ. ഇന്നലെ വരെ സൈക്കിളിലാണ് വന്നേ, ഇപ്രാവശ്യം ബൈക്കിൽ, അതും സൂപ്പർ ബൈക്കിൽ. എവിടെ എൻ്റെ കളിയൊക്കെ ഫ്രണ്ട്സ്? അവരൊന്നും കാണാനില്ലല്ലോ. എടാ ഫ്രാങ്ക്ലിന്, നീ എന്താ പതിവില്ലാണ്ട് ബൈക്കിലൊക്കെ? ഇന്നലെ വരെ ഒരു പേട്ട സൈക്കിളാണ് വന്നേ, ഇന്ന് നീ ബൈക്കിൽ വന്നേക്കണ്. അതും കവാസക്കി നിഞ്ച ZX10. എവിടെന്നാ കിട്ടിയേ? അതെ, എനിക്ക് തോന്നണതേ ഇവൻ ഈ ബൈക്ക് എവിടെന്നോ അടിച്ചു മാറ്റിയതാണ്. അടിച്ചു മാറ്റാൻ ചാൻസ് ഉള്ളോ? ആ, അത് ശരിയാണ്. ഇവൻ ഈ ബൈക്ക് എവിടെ നിന്നോ അടിച്ചു മാറ്റിയതാ. എടാ ഫ്രാങ്ക്ലിന്, നിനക്ക് നാണല്ലോ വല്ലവരുടെ വണ്ടി അടിച്ചു മാറ്റാൻ. അത് ശരി, അങ്ങനെയാണല്ലേ. നിങ്ങൾ ഇനി വെറുതെ വിട്ടാൽ ശരിയാവില്ല. നിങ്ങൾ കുറെ ഓവറാവണ്ടേ. കുറെ കാലേ നിങ്ങളെ സഹിക്കണ്. ദേ കിടക്കണ അവിടെ. അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വണ്ടികളെ സ്റ്റിക്കി ബോംബ് ഇട്ട് പൊട്ടിക്കാം. ലെറ്റ്സ് ഗോ. അതെങ്ങനെ നമ്മൾ നശിപ്പിച്ചളഞ്ഞു. അതെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണ്ടാട്ടാ. നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം, അതായിരിക്കും നല്ലത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.